Hello, my dear friends. Welcome to our English classroom. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ ഈ കഥാഭാഗം കൂട്ടുകാർ കൂടുതൽ തവണ വായിച്ചു നോക്കിയില്ലേ? And did you find all the sentences with the word kite? Which are the sentences? കൈറ്റ് എന്ന വേർഡ് വരുന്ന ആ വാക്യങ്ങൾ ഏതൊക്കെയായിരുന്നു? Yes. What a beautiful red kite. പിന്നെ മിനു, ഡു യു വോണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? ഇതേപോലെ കൈറ്റ് വരുന്ന മുഴുവൻ സെൻറ്റൻസുകളും കൂട്ടുകാർ കണ്ടെത്തിയില്ലേ? ഡിഡ് യു റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിയാസ് ആൻഡ് മിനു? നിങ്ങളുടെ മൈ ഇംഗ്ലീഷ് വേൾഡ് നോട്ട്ബുക്കിലേക്ക് എഴുതിയോ റിയാസും മിനുവും തമ്മിലുള്ള സംഭാഷണം? അതേപോലെ അതിലെ ഡയലോഗുകൾ നിങ്ങൾ റോൾ പ്ലേ ആയി അവതരിപ്പിച്ചു കാണും അല്ലേ? കൈറ്റ് എന്ന വേർഡ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഗ്രോയിങ് സെൻറ്റൻസുകളും ഉണ്ടാക്കി കാണും. എല്ലാ കൂട്ടുകാരും സ്വന്തമായി പട്ടം ഉണ്ടാക്കിയോ? കൂട്ടുകാരുമൊത്ത് പട്ടം പറത്തി കളിച്ചു കാണും അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ലുക്ക് ഹിയർ. വാട്ട് യു ക്യാൻ സീ ഇൻ ദ പിക്ചർ? വാട്ട് ഹാപ്പൻഡ്? Why are the children running? Let us see. The kites flew in the gentle wind. Slowly, the wind became stronger. Maya, Dinu, look, it is going to rain. It will spoil our kites. Let us go home. Riyaz shouted. Children stopped playing. They ran home with their kites. Minu got up and walked home. Key, key! She heard a cry. She turned back. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് മഴ പെയ്തു അല്ലേ? ആരൊക്കെയാണ് ഈ കഥയിലുള്ള കൂട്ടുകാർ? Can you say the name of the children who are playing with their kites? Yes, Maya, Dinu, Riyaz and Minu. നോക്കൂ, ഇതാരാ പറഞ്ഞത്? It will spoil our kites. It will spoil our kites. Who said this? Okay, let us read the story and find out. The kites flew in the gentle wind. Slowly, the wind became stronger. Maya, Dinu, look, it is going to rain. It will spoil our kites. Let us go home. Riyaz shouted. Children stopped playing. They ran home with their kites. Minu got up and walked home. Key, key! She heard a cry. She turned back. എന്താ സംഭവിച്ചത്? The kites flew in the gentle wind. അല്ലേ? ഒരു ചെറിയ കാറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടങ്ങൾ ആ കാറ്റിനൊപ്പം സാവധാനം പറന്ന് കളിക്കുകയായിരുന്നു. സ്ലോലി ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൻ്റെ ഭാവമൊക്കെ മാറിയത് അല്ലേ? ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ. കാറ്റിൻ്റെ ശക്തി കൂടിയല്ലേ? എന്താ റിയാസ് വിളിച്ചു പറഞ്ഞത്? മായ, ദിനു, ലുക്ക്, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. It will spoil our kites. It will spoil our kites. മഴ നമ്മുടെ പട്ടം ചീത്തയാക്കും. Let us go home. Let us go home. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്തു? They stopped their play and they ran home. മിനു എന്താ ചെയ്തത്? മിനു got up and walked home. വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൾ എന്ത് കേട്ടത്? കീ കീ എന്നൊരു കരച്ചിൽ. ആരാണത്? കൂട്ടുകാർ ഈ പാഠഭാഗം
1-2 തവണ കൂടി വായിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. Who is this? A little bird. Why is it crying? മഴയത്ത് നനഞ്ഞ് വിറച്ചിരിക്കുകയാണ് അല്ലേ? മീനു എന്താ ചെയ്യുക? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക കൂട്ടുകാർ? നിങ്ങൾ ആ കിളിക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോവുമോ? ഓക്കെ ഫ്രണ്ട്സ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം വേർഡ്സ് ഫ്രം ദ സ്റ്റോറി പാർട്ട്. ചില വേർഡുകൾ പറയാം. കഥയിൽ അത് എവിടെയാണെന്ന് കണ്ടെത്തണം കേട്ടോ. ഓക്കെ, ദ ഫസ്റ്റ് വേർഡ് ലുക്ക്. ഹോം. ഹോം. Find out the word home. Where? Yes, here. Here is matching the word home. Look, any word left? Home? Yes, here, matching. And one more. Where is it? Yes, here, the word home. Next, yes, the word Riyas. Find out the word Riyas from the story. Yes, Riyas. Okay, look here. Another word. Shouted. Look and find out where is the word shouted. Yes, here. Shouted. Very good. One more. The word rain. How many words? Yes, rain. Okay friends, who is this? A little bird. കൂട്ടുകാർക്ക് ഏതൊക്കെ പക്ഷികളുടെ പേരറിയാം? ടെൽ. യെസ്, പാരറ്റ്. എ ബ്യൂട്ടിഫുൾ ബേർഡ്, പാരറ്റ്. ദെൻ ക്രോ. യെസ്, യു നോ ദ ബേർഡ് ക്രോ. ദെൻ peacock. Yes, peacock will dance beautifully. Okay friends, you have to complete the words, adding more bird names and write into my English word notebook. Okay friends, now we may play a game. You have to find out the name of the birds from some clues. I will give you some clues, okay? Okay, the first one. I am a bird. I am a bird. I can speak. Yes, I can speak. I am green. Can you say who am I? Yes, you know. Who is this? Yes, who is this bird? Parrot. Very good. Okay, listen carefully. The next bird. I am giving you the clues. I am a bird. I can swim. I can swim. I can say quack, quack, quack. Say, who am I? പറയൂ, ആരാണ്? Yes, you know, duck. Duck. Okay, let us sing this as a song using these clues. Okay? I am a bird. I can sing. I can say caw, caw, caw. I am a bird. I can sing. I can say caw, caw, caw. Who am I? Duck. 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 Okay friends, you may add more lines to this song and write into my English word notebook. പാടി പഠിക്കണം കേട്ടോ. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് വേൾഡ് നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതണം. കൂട്ടുകാർക്ക് ചിത്രം വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? വളരെ ഈസിയായി ഒരു ബേർഡിനെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഇന്ന് ടീച്ചർ കാണിച്ചു തന്നിരുന്നില്ലേ? ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ വരച്ച് കാണിച്ചതുപോലെ വരച്ച് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്. ദെൻ എക്സ്റ്റെൻഡ് ദ ലൈൻ ടു ദ ബോട്ടം. താഴോട്ട് വരച്ച് ചേർക്കുക. പിന്നെ ഡ്രോ ദ ടെയിൽ ഓഫ് ദ ബേർഡ്.
പിന്നീട് കണ്ണ് വരച്ച് ചേർക്കുക. അത് കഴിഞ്ഞ് ബീക്ക്, ചുണ്ട് അല്ലേ. ഒരു മരച്ചില്ലയിൽ ഇരിക്കുന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് കേട്ടോ. യു ഹാവ് ടു ഡ്രോ ഹിയർ ആസ് എ ബ്രാഞ്ച്. കൂട്ടുകാർ ഇത് വരച്ചു കഴിഞ്ഞാൽ നിറം നൽകുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് യെസ്, വി മേ റൈറ്റ് എ സെൻറ്റൻസ്. ഇതേപോലെ എഴുതണം. എന്താണ്? യെസ്, ദിസ് ഈസ് എ ബേർഡ്. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട യുവർ ഫേവറേറ്റ് ബേർഡ് ഏതാണോ അത് നോട്ട് ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് അതിന് നിറം കൊടുക്കുക. യു ഹാവ് ടു കളർ ഇറ്റ്. നിങ്ങൾ വരച്ച ബേർഡിന് ഒരു പേരും കൊടുക്കണം കേട്ടോ. ആ വിറച്ചു കൊണ്ട് നിൽക്കുന്ന ലിറ്റിൽ ബേർഡിനെ മിനു എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുമോ? ഓക്കെ ഫ്രണ്ട്സ്, മിനുവിൻ്റെയും ദ ലിറ്റിൽ ബേർഡിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.